കിഡ്നി സ്റ്റോണിന്റെ വേദന അനുഭവിച്ചവർക്ക് അറിയാം അതിന്റെ കാഠിന്യം. അച്ഛൻ കുറച്ച് നാളല്ല കേട്ടോ, കുറച്ചധികം നാൾ കുടിച്ചു. ഇനി ഒരിക്കലും അത് വരാതിരിക്കാൻ ഇതുപോലുള്ള ഔഷധ സസ്യങ്ങൾ വീട്ടിൽ നട്ടു വളർത്തിയാൽ നമുക്ക് ഉപകാരപ്പെടും. ആയുർവേദ കടയിൽ കൊണ്ടുകൊടുത്ത നല്ല പൈസയും കിട്ടും. ഹായ്, അമ്മിലി സ്വാവയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു നാട്ടറിവായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് ചെറുള. നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടോ ഈ ചെറുള? കണ്ടിട്ടുണ്ടോ? ഇതിന്റെ ശാസ്ത്രീയ നാമം എർവ ലാനേറ്റ എന്നാണ്. കേരളത്തിൽ വ്യാപകമായി കാണപ്പെടുന്ന ഒരു ഔഷധ സസ്യമാണ് ചെറുള. ആയുർവേദത്തിൽ ഇത് നിരവധി ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു വരുന്നു. മൂത്രം ധാരാളം പോവാനും കിഡ്നി സ്റ്റോണിനുമാണ് ചെറുള ഉപയോഗിക്കുന്നത്. ചെറുള കഷായം വെച്ച് കുടിക്കുന്നതിലൂടെ ധാരാളം മൂത്രം ഒഴിഞ്ഞു പോവുകയും അതുവഴി കല്ലുകൾ പുറന്തള്ളുകയും ചെയ്യുന്നു. അതുമൂലം മൂത്രം പോകുമ്പോഴുണ്ടാകുന്ന വേദന, ചൂട്, അസ്വസ്ഥത ഇതൊക്കെ കുറയ്ക്കാൻ സഹായകമാകുന്നു. ഇത് മൂത്രനാള അണുബാധയ്ക്കും ഉപയോഗിക്കാറുണ്ട്. അജീർണം, വയറുവീക്കം തുടങ്ങിയ പ്രശ്നങ്ങൾക്കും ചെറുള ഉപയോഗിക്കാറുണ്ട്. ഇതിന്റെ ഇലയും തണ്ടും ചേർത്താണ് കഷായം വെക്കുന്നത്. ഇപ്പം മിക്കവർക്കും ഈ കിഡ്നി സ്റ്റോൺ എന്ന പ്രോബ്ലം ഉണ്ട്. പണ്ടൊക്കെ ഇത് റെയറായിട്ടേ വരുള്ളൂ. അതിനെ മൂത്രത്തിക്കല്ല് എന്നാണ് പറഞ്ഞിരുന്നത്. മുമ്പ് എൻ്റെ അച്ഛന് ഉണ്ടായിട്ടുണ്ട്. അച്ഛന് നല്ല വയറ് വേദന എന്ന് പറഞ്ഞാൽ ഡോക്ടറെ അടുത്ത് പോയതാ. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് മൂത്രത്തിക്കല്ലാണ് എന്ന് ഡോക്ടർ പറഞ്ഞത്. ഞാനന്ന് 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലാണ്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പേടിക്കൊന്നും വേണ്ട, ചെറിയ സ്റ്റോണാണ്, അത് മൂത്രത്തിൽ കൂടെ അലിഞ്ഞു പൊക്കോളൂ എന്ന് പറഞ്ഞു. കുറച്ച് നാൾ മരുന്ന് കഴിക്കാൻ പറഞ്ഞു. അലോപ്പതിയാണ് കാണിച്ചിരുന്നത്. കുറച്ച് നാൾ മരുന്ന് കഴിച്ചതിന് ശേഷം അച്ഛൻ വീണ്ടും ഡോക്ടറെ അടുത്ത് പോയി. കല്ല് പോയോ ഇല്ലയോ, ഇനി വരുമോ എന്നറിയില്ലല്ലോ, കാരണം അസാധ്യ വേദനയായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി മരുന്നൊന്നും കഴിക്കണ്ട, അത് പോയിട്ടുണ്ടാവും. ഇപ്പൊക്കെയാണെന്ന് വെച്ചാൽ മാസം മാസം സ്കാനിങ് അങ്ങനെ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പണ്ട് ഇത്രയും ഡെവലപ്മെന്റ്സ് ഒന്നും വന്നിട്ടില്ല. എന്നിട്ട് പിന്നെ ഒരു കാര്യം കൂടെ ഡോക്ടർ പറഞ്ഞു, ചെറുള കഷായം വെച്ച് കുടിക്കുകയോ, അത് നല്ലതാണ്. ഇനി നൈസായിട്ട് കാണാൻ പറ്റാത്ത തരി എങ്ങാനും ഉണ്ടെങ്കിൽ അത് മൂത്രത്തിൽ കൂടെ പോവാനും ഇനി ഈ സ്റ്റോൺ വന്നവർക്ക് വീണ്ടും വരാൻ സാധ്യതയുണ്ടെന്ന്, അതുകൊണ്ട് ഇനി വരാതിരിക്കാനും ഈ ചെറുള കഷായം വെച്ച് കുറച്ച് നാൾ കുടിക്കാൻ പറഞ്ഞു. അച്ഛൻ കുറച്ച് നാളല്ല കേട്ടോ, കുറച്ചധികം നാൾ കുടിച്ചു. ഇനി ഒരിക്കലും ആ വേദന വരാതിരിക്കാൻ വേണ്ടിയിട്ട്. സ്റ്റോണിന്റെ വേദന അനുഭവിച്ചവർക്ക് അറിയാം അതിന്റെ കാഠിന്യം അല്ലേ. ആദ്യമൊക്കെ കുറച്ച് നാൾ ആയുർവേദ കടയിൽ നിന്ന് വാങ്ങിച്ചു. പിന്നെ അമ്മ വീട്ടിൽ ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ അച്ഛൻ കഷായം കുടിക്കൽ നിർത്തിയിട്ടും അമ്മ ഇത് ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. കാരണം വേറെ ആർക്കെങ്കിലും വന്നു കഴിഞ്ഞാൽ കുടിക്കാലോ, പൈസ കൊടുത്ത് വാങ്ങിക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഇതുപോലെ ഔഷധ സസ്യങ്ങളൊക്കെ നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉപകാരപ്പെടും. ആയുർവേദ കടയിൽ കൊണ്ടുകൊടുത്ത പൈസയും കിട്ടും. അങ്ങനെ പണ്ട് മുതലേ എനിക്ക് ചെറുളനെ കുറിച്ച് അറിയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.